എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ ഈ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് യഥാർത്ഥ സ്നേഹം ആരോടാണ്, നിങ്ങളോടോ അതോ തേർഡ് പാർട്ടിയോടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ സ്നേഹം ഇല്ലാതെ നിങ്ങൾക്കൊട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വ്യക്തിയെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നു. ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാകില്ല. നിങ്ങൾ ഊണിലും ഉറക്കിലും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനോടൊപ്പം മറ്റാരെയും സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റാരെയും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത ഗതി എന്ന് പറയുന്നത് ആ വ്യക്തിയെ സ്നേഹിക്കലാണ്. ആ വ്യക്തിയോടൊപ്പം ചേർന്നുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്കിഷ്ടം. ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമുണ്ട്. അതിനെല്ലാം ഉത്തരമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം. ഹൃദയം തുറന്ന് നിങ്ങൾ ഓരോ നിമിഷവും ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടാൽ കടിച്ച് തിന്നാൻ തോന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തോട് അണയ്ക്കാൻ തോന്നും. കാരണം ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. ആ വ്യക്തിയുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് യഥാവിധി സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം സ്നേഹം നൽകി, അത്രത്തോളം ഇഷ്ടം നൽകി നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ ഉൾക്കൊള്ളുന്നുണ്ടോ? നിങ്ങളില്ലാതെ മറ്റൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. നിങ്ങളില്ലാതെ മറ്റൊന്നിനെയും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന, എന്നെന്നും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും ഒക്കെ നിങ്ങളോട് അടുത്ത് നിൽക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. എത്രയെത്ര ദിനങ്ങൾ, എത്രയെത്ര ദിവസങ്ങൾ കടന്നുപോയി, എന്നാലും നിങ്ങളെ കരുതി മാത്രം ജീവിക്കുകയാണ് ആ വ്യക്തി. ആ വ്യക്തിയെ കരുതി മാത്രം നിങ്ങൾ ജീവിക്കുകയാണ്. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കുന്നു. ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നു. വളരെ സൗമ്യതയോടെ, വളരെ സഹായഹസ്തവുമായി വന്നൊരു തേർഡ് പാർട്ടി. നിങ്ങളും ആ വ്യക്തിയും ഒക്കെ രണ്ട് കൈയും നീട്ടി ആ തേർഡ് പാർട്ടിയുടെ വരവിനെ സ്വീകരിച്ചിരുന്നു. ആ തേർഡ് പാർട്ടിയുടെ വരവിനെ അത്തരത്തിൽ സ്വീകരിച്ച് ഇരുന്നു എങ്കിൽ, ആ തേർഡ് പാർട്ടിയുടെ വരവിനെ അത്തരത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നീട് സംഭവിച്ചത് മറ്റെന്തൊക്കെയോ ആണ്. ആ തേർഡ് പാർട്ടി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചു. തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഓരോ നിമിഷവും. നിങ്ങളും അത് തേർഡ് പാർട്ടിയെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. തേർഡ് പാർട്ടിയെ സംശയിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായില്ല. തേർഡ് പാർട്ടി നമ്മളെ സഹായിക്കാനാണ്, നമ്മുടെ രണ്ടുപേരുടെയും നന്മയാണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം. ഓരോ ഉപദേശങ്ങളിലും നിങ്ങളതാണ് കണ്ടത്. പക്ഷെ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ കുടികൊണ്ടിരുന്നത് നിങ്ങളോടുള്ള അഗാധമായ പകയായിരുന്നു. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും മാറ്റുക, മറിക്കുക, നിങ്ങളുടെ വ്യക്തിയെയും ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോവുക, നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാകുന്ന ഓരോ അവസരങ്ങളും അത് നഷ്ടപ്പെടുത്തുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിന് വിഘാതമായി പ്രവർത്തിക്കുക, അതിനെ തടസ്സപ്പെടുത്തുക, ആ ഇഷ്ടത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത മനസ്സുമായാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലും തേർഡ് പാർട്ടി പ്രവർത്തിച്ചത്. ആദ്യമൊക്കെ നിങ്ങളെ കൃത്യമായി സ്നേഹിച്ച, നിങ്ങളെ ഉൾക്കൊണ്ട, നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറക്കെ പറഞ്ഞ ആ വ്യക്തിയാണ്, നിങ്ങളുടെ വ്യക്തിയാണ്. പക്ഷേ പിന്നീട് സംഭവിച്ചത് തേർഡ് പാർട്ടിയുടെ കൃത്യമായ ഇടപെടലുകളാണ്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാനും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയെയും നശിപ്പിക്കുവാനുമായിട്ട് തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുണ്ടായി. തേർഡ് പാർട്ടി അത്തരത്തിൽ പ്രവർത്തിച്ചു. തേർഡ് പാർട്ടിയുടെ ആ പ്രവർത്തനങ്ങൾ കൃത്യമായ ഒരു തകർച്ച നിങ്ങൾക്ക് നൽകി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അലോസരങ്ങൾക്കും തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കാരണമായി. നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അത്.
അത് ഈ തേർഡ് പാർട്ടി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് ബോധ്യമായി ഈ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതുവരെ ഒന്നും പ്രശ്നമല്ലാതിരുന്ന നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും, അതുവരെ ഒരു കുഴപ്പവും ഉണ്ടാക്കാതിരുന്ന നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഓരോന്നായി ഈ തേർഡ് പാർട്ടി അഴിച്ചുവിട്ടു. അത് ആദ്യം ഈ തേർഡ് പാർട്ടി തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് നിങ്ങളുടെ മനസ്സിലേക്ക് അതെല്ലാം കടന്നു വന്നു. പിന്നീട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി വന്നു. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എത്രമേൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും അപകടമായിരുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടായി. ഏതായാലും നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും തകർക്കാൻ ശ്രമിച്ച തേർഡ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? ആ തേർഡ് പാർട്ടി നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് അകറ്റുന്നതിൽ നിന്ന് വിജയിച്ചോ എന്ന് സൂക്ഷ്മമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് ബാഹ്യമായ നോട്ടത്തിൽ, ബാഹ്യമായ വിലയിരുത്തലിൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ ആകർഷിക്കപ്പെട്ട് നിങ്ങളെ ഒഴിവാക്കുന്ന, നിങ്ങളെ മാറ്റിമറിക്കുന്ന നിലപാടുമായി പോയി എന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല. തേർഡ് പാർട്ടിയുടെ പരിശ്രമങ്ങളും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിട്ടുണ്ട്. തേർഡ് പാർട്ടി കൃത്യമായി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിജയിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവെടിയേണ്ട. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആത്മാർത്ഥതയില്ലാത്ത, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സമാധാനം കെടുത്തുന്ന, മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. യാതൊരു എത്തിക്സോ യാതൊരു ധാർമ്മികതയോ മര്യാദയോ ഇല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അതിനെ നശിപ്പിച്ച് അത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ഉദ്ദേശത്തിനപ്പുറം ആത്മാർത്ഥതയുടെയോ സത്യത്തിൻ്റെയോ യാതൊരു നിലപാടുമില്ലാത്ത തേർഡ് പാർട്ടി. ആ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം വൈകിയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളോട് ദേഷ്യപ്പെട്ട തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ട് നിങ്ങൾ അവഗണിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഭിന്നിപ്പിക്കാൻ നോക്കിയ തേർഡ് പാർട്ടിക്ക് സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് യാതൊരു ഇൻറ്റൻഷനും ഇല്ല. സ്വന്തം നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. ആ വ്യക്തിയുടെ ആത്മാർത്ഥതയില്ലായ്മ നിങ്ങളുടെ വ്യക്തി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളാരാണ്, തേർഡ് പാർട്ടി ആരാണെന്നുള്ള കൃത്യമായ വിലയിരുത്തൽ ആ വ്യക്തിക്കുണ്ടായിരിക്കുന്നു. ഇപ്പോൾ തുറന്നു പറയുന്നില്ലെന്നുള്ളൂ. നിങ്ങൾ സ്നേഹിച്ച, നിങ്ങൾ പെരുമാറിയതുപോലെയല്ല തേർഡ് പാർട്ടി പെരുമാറുന്നത്. ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയും ആ വ്യക്തിയും തമ്മിലുള്ള പെരുമാറ്റങ്ങൾ. യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരികയാണ്. തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന നികൃഷ്ടതയുള്ള ഒരു വ്യക്തിയെ എന്ന പരിവേഷം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. കൃത്യമായി തെളിഞ്ഞു വരികയാണ്. അത് മൂടി വെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം അതിൽ വിജയിക്കുന്നില്ല. നിങ്ങൾക്കത് ബോധ്യപ്പെടും. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. നിങ്ങളെയാണ് ആ വ്യക്തിക്ക് ഏറ്റവും ആത്മാർത്ഥമായ ഇഷ്ടം. പക്ഷെ തെറ്റിദ്ധരിച്ച അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ആ ഒരു പോക്ക് പോയി. പക്ഷേ അതിൻ്റെ കുറ്റബോധത്തിൽ തിരിച്ചു വരും. തല താഴ്ത്തി നിങ്ങൾ കാണും അത്. എന്നിട്ടാണ് ഇനി മുന്നോട്ടുള്ളൂ ഈ ലോകം തന്നെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.